To watch this video in English, please click the link given above. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പഠിക്കുന്നത് ദ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന ചാപ്റ്ററാണ്. സെല്ലിൻ്റെ പാർട്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. കഴിഞ്ഞ വീഡിയോയിൽ സെൽ ഓർഗനൽസ് സ്റ്റാർട്ട് ചെയ്തു. അതിൽ നമ്മൾ പഠിച്ചത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അഥവാ ER എന്ന് വിളിക്കുന്ന സ്ട്രക്ചറിനെ കുറിച്ചാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഗോൾഗി അപ്പാരറ്റസ്, ലൈസോസോം, വാക്യൂൾസ്. ഇത് മൂന്നും ഒന്നിച്ച് പഠിക്കുന്നതിനൊരു കാരണമുണ്ട്. ഇത് മൂന്നും ഇൻ്റർ റിലേറ്റഡ് ആണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഗോൾഗി അപ്പാരറ്റസ് അല്ലെങ്കിൽ ഗോൾഗി ബോഡീസ്, അപ്പോൾ അവിടെ ഒരു പ്ലൂറൽ സ്ട്രക്ചർ വരുന്നുണ്ട് അല്ലേ. അത് ആദ്യമായി കണ്ടുപിടിച്ചത് കമീലോ ഗോൾഗി എന്നൊരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് അതറിയപ്പെടുന്നത്. ഇനി എന്തുകൊണ്ടാണ് അതിനെ അപ്പാരറ്റസ് അഥവാ ബോഡീസ് എന്നൊക്കെ വിളിക്കുന്നത്? അത് ഒരു ഒറ്റ സ്ട്രക്ചർ അല്ല, അതിൽ പലതരം സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഒരു പാരലലായിട്ട് അറേഞ്ച് ചെയ്ത ബാഗ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് സിസ്റ്റേൺസ് അല്ലെങ്കിൽ സിസ്റ്റേർനെ. ഓക്കെ, അത് ഇങ്ങനെ നമ്മൾ 2 ലൈനിൽ വരയ്ക്കുമെങ്കിലും നിങ്ങൾ ഇമാജിൻ ചെയ്യുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കൂ. നിങ്ങളുടെ ഒരു ബാഗ് ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് വെച്ചിട്ട് നിങ്ങൾ അതിൻ്റെ ഫ്ലാപ്പ് ഓപ്പൺ ചെയ്താൽ എങ്ങനെ ഇരിക്കും? അകത്ത് കുറേ സ്പേസ് ഇല്ലേ? അപ്പോൾ ഈ ഫ്ലാപ്പ് ഇല്ലാതെ കട്ട് ചെയ്ത് വെച്ചതുപോലെ കുറേ 1, 2, 3 അങ്ങനെ പൈലായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചതുപോലെയാണ്. അല്ലെങ്കിൽ ഒരു സെമി സർക്കുലർ സ്ട്രക്ചർ, ഒരു ബാഗ് പോലെയുള്ള ക്യാവിറ്റീസ് ആണ് ഇതെല്ലാം. ഇനി അതിനടുത്ത് നമ്മൾ കാണുന്നതാണ് കുറച്ച് സാക്ക് പോലെ, വെറും ഒരു ബലൂണിലൊക്കെ വെള്ളം നിറച്ചിട്ട് എങ്ങനെ ഇരിക്കും അല്ലേ, അതുപോലെ ഒരു ഒറ്റ മെംബ്രെയിനിൽ കുറച്ച് എന്തെങ്കിലും സബ്സ്റ്റൻസസ് അകത്തായിട്ട് കുറച്ച് സാക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സ്, അതിനെ പറയുന്ന പേരാണ് വെസിക്കിൾസ്. അപ്പോൾ സിസ്റ്റേൺസും വെസിക്കിൾസും എല്ലാം നമുക്ക് ഏതിൻ്റെ കൂടെ കാണാം? അത് ഗോൾഗി അപ്പാരറ്റസ്, അതുകൊണ്ടാണ് ഇതിനെ അപ്പാരറ്റസ് എന്ന് വിളിക്കുന്നത്. ഇനി എവിടെയാണ് നമ്മൾ ഗോൾഗി അപ്പാരറ്റസ് കാണുന്നത്? മിക്കവാറും നമ്മൾ കാണുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ അടുത്ത് തന്നെയാണ്. അതെന്തുകൊണ്ടാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ ഒത്തിരി ഫങ്ഷൻസ് നടക്കുന്നുണ്ട് അല്ലേ, ബയോകെമിക്കൽ റിയാക്ഷൻസ്, പ്രോട്ടീൻ സിന്തസിസ് ഉൾപ്പെടെ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ആ പ്രോഡക്റ്റുകളെല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യണം സെല്ലിൻ്റെ പല ഭാഗങ്ങളിലേക്ക്. അപ്പം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം തന്നെയാണ് ഫസ്റ്റ് ഒരു ട്രാൻസ്പോർട്ടിങ് ചാനലായിട്ട് ആക്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് അതിനെ എങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യും? ഗോൾഗി അപ്പാരറ്റസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. അപ്പോൾ ആ മെറ്റീരിയൽസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ചാനലാണ് ഗോൾഗി അപ്പാരറ്റസ്. പക്ഷേ അത് വെറുതെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ മാത്രമല്ല, മറ്റ് ചില പ്രധാനപ്പെട്ട റോളും ചെയ്യുന്നുണ്ട്. അതായത് ഈ വരുന്ന പ്രോഡക്ട്സ്, അതായത് മെയിൻലി പ്രോട്ടീൻസിനെ നമുക്ക് ആവശ്യമുള്ള രൂപത്തിലേക്ക് മാറ്റണം. അതായത് പ്രോട്ടീൻ ചിലപ്പോൾ എൻസൈമായിട്ട് വേണം, ചിലപ്പോൾ നമുക്ക് ഹോർമോണായിട്ട് വേണം, ചിലപ്പോൾ സെല്ലിൽ ചില റിസപ്റ്റേഴ്സ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ സിഗ്നൽസ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ കാരിയേഴ്സ് ആയിട്ടായിരിക്കാം. അങ്ങനെ പല ഫങ്ഷൻസും ഉണ്ട്. അല്ലെങ്കിൽ മെംബ്രെയിൻ ഉണ്ടാക്കാനായിരിക്കാം അല്ലേ. അപ്പോൾ അതിന് അനുയോജ്യമായ രീതിയിൽ ഈ പ്രോട്ടീൻ എന്ത് ചെയ്യണം? മോഡിഫൈ ചെയ്യണം. അതാരാ ചെയ്യുന്നത്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അപ്പോൾ നമുക്ക് ഈ ഒരു ഫങ്ഷനെ ഒരു ഫാക്ടറിയുമായിട്ട് ഒന്ന് കോറിലേറ്റ് ചെയ്ത് നോക്കാം. നിങ്ങളൊരു അച്ചാർ ഉണ്ടാക്കുന്ന ഫാക്ടറി, ഒരു പിക്കിൾ ഫാക്ടറി എന്ന് ഓർത്ത് നോക്കൂ. എപ്പോഴും ഫാക്ടറിക്ക് ഒരു ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ട് ഉണ്ട്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഗ്രൗണ്ട് ലെവൽ എന്ന് പറയുന്നത് ലിറ്ററലി ഗ്രൗണ്ട് ലെവൽ ആവണമെന്നില്ല, ബേസാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെയാണ് ഈ അച്ചാർ ആദ്യമായി ഉണ്ടാക്കുന്നത്. ആ റോ മെറ്റീരിയൽസ് എല്ലാം അവിടെ വരും അല്ലേ. എന്തൊക്കെ വരും? ഇപ്പോൾ ഏത് വെജിറ്റബിൾ ആണോ വേണ്ടത്, അല്ലെങ്കിൽ ഫിഷ് ആണോ, എന്ത് അച്ചാറായാലും അതിൻ്റെ ഇൻഗ്രീഡിയൻസ്, മുളക് പൊടി, മല്ലിപ്പൊടി, ബാക്കി അത്യാവശ്യ സാധനങ്ങൾ എല്ലാം അവിടെ വരും. അവിടെയുള്ള ആളുകൾ അതിനെ കട്ട് ചെയ്യുന്നു, മിക്സ് ചെയ്യുന്നു. അവർക്ക് അതിൻ്റെ പാകമെല്ലാം അറിയാം. എല്ലാം ചെയ്തിട്ട് അവരവിടെ പാക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. അവരുടെ ജോലി നല്ല രുചിയുള്ള അച്ചാറുകൾ ഉണ്ടാക്കുക എന്ന് മാത്രമാണ്. അവർക്ക് മറ്റു കാര്യങ്ങളൊന്നും അറിയണ്ട. ഇതിൽ മാർക്കറ്റിൽ എത്ര സെയിലുണ്ടെന്നോ അതിന് എത്ര ലാഭം കിട്ടുന്നോ ഒന്നും അവർക്കറിയണ്ട. അവരവിടെ നിന്ന് അതിനെ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? അടുത്ത പാക്കേജിങ് സെക്ഷനിലേക്ക് വിടും. പാക്കേജിങ് സെക്ഷനിലെ ആളുകൾക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസോ ഇതിൻ്റെ റെസിപ്പിയോ ഒന്നും തന്നെ അറിയില്ല. അവരുടെ ചിന്ത എന്താണ്? അതിനെ ബോട്ടിലാക്കി നിറയ്ക്കുക. നിങ്ങൾ കണ്ടിട്ടില്ലേ, ബോട്ടിൽസിൻ്റെ ഭാവമൊക്കെ എപ്പോഴും മാറി 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 വരും അല്ലേ. എപ്പോഴും നമ്മൾ അട്രാക്റ്റഡ് ആകുന്ന നല്ല ബോട്ടിൽസ് കാണുമ്പോഴാണ്. ആ പാക്കേജിങ്ങിൻ്റെ ഗുണം കൊണ്ട് നമ്മൾ ചിലപ്പോൾ ചില സാധനങ്ങൾ വാങ്ങിച്ചു പോകും. അപ്പോൾ ആ പാക്കിങ്ങിൽ ശ്രദ്ധിക്കുന്നു. അപ്പോൾ അതിൻ്റെ നല്ല രീതിയിൽ പാക്ക് ചെയ്യുക. പാക്ക് ചെയ്താൽ മാത്രം മതിയോ? ഈ വന്ന പ്രോഡക്റ്റ് ചിലപ്പോൾ പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പോൾ അതിലായിട്ട് പ്രിസർവേറ്റീവ് ഒക്കെ ആഡ് ചെയ്യണ്ടേ? വിനീഗർ അല്ലെങ്കിൽ എണ്ണ, അതൊക്കെ ആഡ് ചെയ്തിട്ട് അതിനെ കുറച്ചുകൂടി കുറേ കാലം വെക്കത്തക്ക രീതിയിലേക്ക് മോഡിഫൈ ചെയ്തെടുക്കണം അല്ലേ. അപ്പോൾ മോഡിഫിക്കേഷൻ അവിടെ നടക്കുന്നുണ്ട്, സ്റ്റോറേജ് നടക്കുന്നുണ്ട്, പാക്കിങ് നടക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ ഇവർ എങ്ങോട്ട് വിടും? സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിടും. അവിടെ നിന്നാണ് അതിനെ ഡെസ്പാച്ച് ചെയ്തിട്ട് ഏതൊക്കെ ഏരിയാസിലോട്ട് അതിനെ കൊണ്ടുപോകണം അവരതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെ ആദ്യത്തെ മാനുഫാക്ചറിങ് യൂണിറ്റ് ആയിട്ട് കണക്കാക്കാം. അവിടെ എല്ലാം ഉണ്ടാക്കി നേരെ എങ്ങോട്ട് വിടും?
ഈ പാക്കേജിംഗ് സെക്ഷൻ ആരുടെയാണ്? നമ്മുടെ ഗോൾഗി അപ്പാരറ്റസിൻ്റെ. അപ്പോൾ ഈ ഗോൾഗിയിൽ വരുന്ന ഈ പ്രോഡക്ട്സിനെ ഗോൾഗി ഫസ്റ്റ് ട്രാൻസ്പോർട്ട് മെറ്റീരിയൽസ് ഓഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, പിന്നെ അതിനെ പാക്ക് ചെയ്യും. എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത്? ഈ മെംബ്രെയിനിലകത്തേക്ക് കുറച്ച് സാധനങ്ങൾ വന്നിട്ട് ആ മെംബ്രെയിൻ അതിൽ നിന്ന് അങ്ങ് ഡിറ്റാച്ച് ചെയ്ത് ഇട്ടിങ്ങനെ ഒരു ബോൾ പോലെ, ഒരു ബലൂണിനകത്തൊക്കെ നമ്മൾ വെള്ളം നിറച്ചിട്ട് എങ്ങനെ ഇരിക്കും അതുപോലെ ഇങ്ങ് വരും. അപ്പോൾ അതിനകത്ത് മുഴുവൻ ഈ ഉണ്ടാക്കിയ കെമിക്കൽസ് ആണ്. അതിനൊരു സിംഗിൾ ലെയർ കവറിംഗ് ഉണ്ട്. അതിങ്ങനെ ഈ ഗോൾഗി അപ്പാരറ്റസിൽ നിന്നാണ് ഡിറ്റാച്ച് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിനെയാണ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. പിന്നെ മോഡിഫിക്കേഷൻ, അതിന് വേണ്ട രീതിയിലേക്ക് രൂപം മാറ്റാൻ പറ്റില്ല. പ്രോട്ടീൻ്റെ ഏത് ഭാവത്തിലാണോ സെല്ലിന് വേണ്ടത് അങ്ങനെയായിട്ട് മോഡിഫൈ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഗോൾഗി അപ്പാരറ്റസ്. അപ്പോൾ അവിടെ നിന്നാണ് ഡെസ്പാച്ച് ചെയ്യുന്നത് സെല്ലിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക്. ഒപ്പം തന്നെ ഈ മോഡിഫിക്കേഷൻ സമയത്ത് ചിലപ്പോൾ സിമ്പിൾ ഷുഗറിനെ കോംപ്ലക്സ് ഷുഗറായിട്ട് മാറ്റും. സിമ്പിൾ ഷുഗറും കോംപ്ലക്സ് ഷുഗർ എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഷുഗർ, അതായത് ഒരു മോളിക്യൂൾ ഓഫ് ഉള്ളെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് സിമ്പിൾ ഷുഗേഴ്സ്. ഫോർ എക്സാമ്പിൾ ഗ്ലൂക്കോസ്, അത് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമാണ്. അല്ലെങ്കിൽ ഫ്രക്ടോസ്, അതൊക്കെ. ഇനി കുറച്ചുകൂടി സിമ്പിൾ രണ്ട് മോളിക്യൂൾസ് ചേരുമ്പോൾ ഉണ്ടാകുന്നതാണ് ലാക്ടോസ്, സൂക്രോസ്, മാൾട്ടോസ്, അങ്ങനെയുള്ള ഷുഗേഴ്സൊക്കെ. പിന്നെ സ്റ്റാർച്ച്, അതായത് പ്ലാന്റിൽ കാണുന്ന സ്റ്റാർച്ച്, ആനിമൽസിൽ കാണുന്ന ഗ്ലൈക്കജൻ, അല്ലെങ്കിൽ സെല്ലുലോസ്, പ്ലാന്റ് സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്ന സെല്ലുലോസ്, ഇതെല്ലാം എന്താണ്? കോംപ്ലക്സ് ആയിട്ടുള്ള ഷുഗേഴ്സാണ്, കുറേ മോളിക്യൂൾസ് ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ സിമ്പിൾ ആയിട്ടുള്ള ഷുഗേഴ്സിനെ കോംപ്ലക്സ് ആക്കി മാറ്റുന്നതും ആരാണ്? നമ്മുടെ ഗോൾഗി അപ്പാരറ്റസ്. ഇനി ഈ ഗോൾഗിയിൽ നിന്ന് തന്നെയാണ് ലൈസോസോം എന്ന മറ്റൊരു ഓർഗനൽ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കിനി ലൈസോസോമിനെ കുറിച്ച് പഠിക്കാം. ലൈസോസോം ഉണ്ടാകുന്നത് ഗോൾഗി അപ്പാരറ്റസിൽ നിന്ന് തന്നെയാണ്. ഈ ഗോൾഗി അപ്പാരറ്റസിൽ വരുന്ന പ്രോട്ടീൻസ്, അതായത് RER, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്ന് വരുന്ന പ്രോട്ടീൻസ് എൻസൈമായിട്ട് മോഡിഫൈ ചെയ്യും. എന്നിട്ട് ആ എൻസൈംസിനെ ഒരു ബാഗ് പോലെ ഒരു സ്ട്രക്ചറിലാക്കി അത് ഡിറ്റാച്ച് ആയി വരുന്നതാണ് ലൈസോസോം എന്ന ഓർഗനൽ. അപ്പോൾ ഈ ലൈസോസോമിന് നിറച്ച് ഡൈജസ്റ്റീവ് എൻസൈംസ് ഒരു ബാഗിനകത്ത് ഫില്ല് ചെയ്ത സ്ട്രക്ചറാണ്. ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഇത് വേസ്റ്റ് ഡിസ്പോസൽ സിസ്റ്റം ഓഫ് ദ സെൽ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് സെല്ലിൽ കുറേ നാൾ കഴിയുമ്പോൾ ചില ഭാഗങ്ങളൊക്കെ പ്രവർത്തനരഹിതമാകും, അല്ലെങ്കിൽ ചില പാർട്ടൊക്കെ ഡാമേജ് ആയി പോകാം, അതല്ലെങ്കിൽ ചില ഫോറിൻ ബോഡീസ് അകത്ത് വരാം, ചില ടോക്സിക് സബ്സ്റ്റൻസസ്, അല്ലെങ്കിൽ ചില ഫുഡ് പാർട്ടിക്കിൾസ്, അതല്ലെങ്കിൽ ചിലപ്പോൾ ചില പാത്തജൻസ് ലൈക്ക് ബാക്ടീരിയ പോലുള്ള കീടാണുക്കൾ, ഇവരൊക്കെ വന്നു കഴിയുമ്പോൾ സെല്ലിനെ അതിനെയൊക്കെ നശിപ്പിച്ച് കളയണം. അവിടെ ആരാ ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ ലൈസോസോം. ഇത് ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, അതായത് ഫോറിൻ പാർട്ടിക്കിൾസോ അല്ലെങ്കിൽ സെല്ലിൻ്റെ വേൺ ഔട്ട് പാർട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആ സ്ഥലത്തേക്ക് ലൈസോസോം ഓടിയെത്തും. എന്നിട്ട് ഡൈജസ്റ്റീവ് എൻസൈംസ് ഉപയോഗിച്ച് അതിനെ നശിപ്പിച്ച് കളയും. അതല്ലാന്നുണ്ടെങ്കിൽ കോംപ്ലക്സ് സബ്സ്റ്റൻസസിനെ സിമ്പിൾ ആക്കാനും ഇത് ഉപയോഗിക്കും. നമ്മൾ പറഞ്ഞു ഗോൾഗി അപ്പാരറ്റസിലെ സിമ്പിളിനെ കോംപ്ലക്സ് ആക്കും. തിരിച്ച് സെല്ലിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഈ കോംപ്ലക്സ് സബ്സ്റ്റൻസസിനെ നമുക്ക് സിമ്പിൾ ആക്കി മാത്രമേ സെല്ലിന് ഉപയോഗിക്കാൻ പറ്റൂ. അതല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾ, അല്ലെങ്കിൽ അതിനെ അവിടുന്ന് ഡിസ്കാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കാം. അപ്പോൾ വാട്ട് എവർ ഇറ്റ് ഈസ്, എപ്പോൾ സെല്ലിനൊരു ഡിസ്റ്റർബൻസ് ഉണ്ടായാൽ, അല്ലെങ്കിൽ ഒരു സെല്ലിൻ്റെ പാർട്ട് ഡാമേജ് ആയാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചാൽ ലൈസോസോംസ് അവിടെ എത്തും. പക്ഷേ ലൈസോസോംസിന് അവർക്ക് സെക്രീറ്റ് ചെയ്യാനുള്ള കഴിവില്ല. അതായത് എൻസൈം എങ്ങോട്ടെങ്കിലും പുറത്തോട്ട് വിടാനായിട്ട് ചാനലൊന്നുമില്ല. അതുകൊണ്ട് ലിറ്ററലി അവർക്ക് ബ്രേക്ക് ചെയ്യണം. അവരങ്ങ് ബ്ലാസ്റ്റ് ചെയ്തിട്ട് ആ എൻസൈം മുഴുവൻ സൈഡിലേക്ക് ഇങ്ങനെ വ്യാപിക്കും. ആ എൻസൈം എല്ലാം ക്ലിയർ ചെയ്ത് ക്ലീൻ ചെയ്യും. പക്ഷെ അത് കഴിഞ്ഞ് ആ ലൈസോസോമിനെ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. ലൈസോസോമിൻ്റെ ജീവിതം അവിടെ തീരുകയാണ്, അല്ലേ? അപ്പോൾ സെല്ലിനെ ക്ലീൻ ചെയ്യുക എന്ന പർപ്പസിന് വേണ്ടി, അല്ലെങ്കിൽ തൻ്റെ ഫംഗ്ഷൻ നിർവഹിക്കാൻ വേണ്ടിയിട്ട് ലൈസോസോംസ് എന്ത് ചെയ്യുകയാണ്? സൂയിസൈഡ് ചെയ്യുകയല്ലേ? സോ അതുകൊണ്ട് ലൈസോസോംസിനെ പറയുന്ന പേരാണ് സൂയിസൈഡ് ബാഗ്സ് ഓഫ് ദ സെൽ. സാധാരണയായി നിങ്ങൾക്ക് ചോദ്യം കിട്ടും, വിച്ച് ഓർഗനൽ ഈസ് കോൾഡ് സൂയിസൈഡ് ബാഗ് ഓഫ് ദ സെൽ? ഏതാണ്? ലൈസോസോം. നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത ഓർഗനലാണ് വാക്യൂൾസ്. വാക്യൂൾസും ലൈസോസോമിനെ പോലെ തന്നെ നമ്മുടെ ഗോൾഗി അപ്പാരറ്റസിൽ നിന്ന് വിട്ടുവന്നതാണ്. ഇതിനകത്ത് നിറച്ച് സാധനങ്ങളുണ്ട്. പക്ഷേ ലൈസോസോംസിൽ എന്തായിരുന്നു? ഡൈജസ്റ്റീവ് എൻസൈംസ് ആയിരുന്നു. പക്ഷേ ഇവിടെ സെല്ലിന് ആവശ്യമുള്ള സ്റ്റോർ ചെയ്യേണ്ട പദാർത്ഥങ്ങളെല്ലാം ഉണ്ട്. അത് ചിലപ്പോൾ സോളിഡ് ആവാം, അല്ലെങ്കിൽ ലിക്വിഡ് ആകാം. അങ്ങനെയുള്ള സ്റ്റോറേജ് സാക്സിനെയാണ് നമ്മൾ വാക്യൂൾ എന്ന് പറയുന്നത്. ഇനി വാക്യൂൾസ് നമ്മൾ ആനിമൽ സെല്ലിലും പ്ലാന്റ് സെൽസിലും കാണും. പക്ഷേ ആനിമൽ സെൽസിൽ വളരെ ചെറിയ കുറേ വാക്യൂൾസ് കാണാൻ പറ്റും. പക്ഷേ പ്ലാന്റ് സെല്ലിൽ ഒരു വലിയ ലാർജ് വാക്യൂളാണ് നമ്മൾ കാണുന്നത്. അത് ഓൾമോസ്റ്റ് 50 to 90% ഓഫ് ദ സെൽ ഓക്യുപ്പൈ ചെയ്യും. അപ്പോൾ സെൻറ്ററിൽ ഇത്രയും വലിയ വാക്യൂൾ വരുന്നത് കൊണ്ട് പ്ലാന്റ് സെല്ലിൻ്റെ ന്യൂക്ലിയസ് എപ്പോഴും ഒരു സൈഡിലേക്ക് ഷിഫ്റ്റ് ആയിരിക്കും. ഇനി ആ വാക്യൂളിനകത്ത് എന്താ ഉള്ളത്? സെൽ സാപ്പ്.
സെൽ സാപ്പ് എന്ന് പറയുന്നത് ഒരു ലിക്വിഡിനകത്ത് സ്റ്റോർ ചെയ്യേണ്ട എല്ലാ സാധനങ്ങളും അങ്ങനെ ഡിസോൾവ് ചെയ്തിട്ടിരിക്കുന്നു. അതായത് നമ്മളിപ്പോൾ സൂപ്പിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ചു. ഒരു സൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു വാട്ടർ കൺസിസ്റ്റൻസിയാണ്, പക്ഷെ തിക്കല്ലേ, അതിനകത്ത് ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഇല്ലേ, അതുപോലെ. ഇനി ആ സെൽ സാപ്പ് ഇങ്ങനെ ഫില്ല് ചെയ്തിരിക്കുമ്പോൾ ഈ വാക്യൂൾ അങ്ങ് നല്ല റിജിഡായിട്ട് അല്ലെങ്കിൽ നല്ല ടേർജിഡായിട്ടിരിക്കും. അതായത് നിങ്ങൾ ഒരു ബലൂൺ എടുക്കുക, അതിൽ ഇത്തിരി വെള്ളം നിറയ്ക്കുക, അല്ലെങ്കിൽ എയറോ വെള്ളം എന്തോ ആയിക്കോട്ടെ, കുറച്ച് നിറച്ച് എന്തിരിക്കും, അത് വളരെ റിജിഡാണോ? അല്ല. പക്ഷെ അത് മാക്സിമം എയർ ഫില്ല് ചെയ്യുകയാണ് അല്ലെങ്കിൽ മാക്സിമം വാട്ടർ ഫില്ല് ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും? നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും അല്ലേ? അതിനെ പറയുന്ന പേരാണ് റിജിഡിറ്റി ഓർ ടേർജിഡിറ്റി. അപ്പോൾ അങ്ങനെ ഓരോ സെല്ലും ടേർജിഡ് ആയിട്ടിരിക്കുന്നത് കൊണ്ടാണ് പ്ലാന്റ് സെല്ലിന് സപ്പോർട്ട് കിട്ടുന്നത്. കാരണം പ്ലാന്റ്സിന് ആനിമൽസിനെ പോലെ സ്കെലിറ്റൽ സിസ്റ്റം ഇല്ല അല്ലേ? അപ്പോൾ ഓരോ സെല്ലിനും റിജിഡിറ്റി വേണം. അപ്പോൾ അതിനെ വാക്യൂൾ സഹായിക്കുന്നു. അതുകൂടാതെ വാക്യൂൾ ഒത്തിരി കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. എന്തൊക്കെയാണത്? അമിനോ ആസിഡ്. അമിനോ ആസിഡ് എന്ന് പറയുന്നത് പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ മോളിക്യൂളിനെയാണ് അമിനോ ആസിഡ് എന്ന് പറയുന്നത്. പിന്നെ ഷുഗേഴ്സ്, ഓർഗാനിക് ആസിഡ്. ഓർഗാനിക് ആസിഡ് എന്ന് പറയുന്നത് നാച്ചുറൽ ആസിഡ്സ്, അതായത് നമ്മൾ ഫ്രൂട്ട്സിലും ഒക്കെ കാണുന്ന മലിക് ആസിഡ്, ടാർട്ടാറിക് ആസിഡ്, ഓക്സാലിക് ആസിഡ്, അങ്ങനെയുള്ള നാച്ചുറൽ. നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കും നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതൊക്കെ ക്രസ്റ്റ് ചെയ്ത് കിട്ടുന്ന സ്ട്രോങ് ആസിഡ്സ് ആണ്. അതിന് മിനറൽ ആസിഡ് എന്ന് പറയും. ഇത് നമ്മുടെ നാച്ചുറൽ ആസിഡ്സിനെയാണ് ഓർഗാനിക് ആസിഡ്സ് എന്ന് പറയുന്നത്. കൂടാതെ പ്രോട്ടീൻസും സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒത്തിരി സാധനങ്ങൾ വാക്യൂളിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇനി ആനിമൽസിലേക്ക് വരുമ്പോഴോ, ചില യൂണിസെല്ലുലാർ ആനിമൽസ്, അമീബ പോലുള്ളതിന് സ്പെഷ്യലൈസ്ഡ് വാക്യൂൾസ് ഉണ്ട്, ഫുഡ് വാക്യൂൾസ്. ഈ പേര് കേൾക്കുമ്പോൾ അറിയാം അത് എന്തിനുള്ളതാണ്? ഫുഡ് എടുക്കാനല്ലേ, ഫുഡ് സ്റ്റോർ ചെയ്യാനല്ലേ? ഇവിടെ സ്റ്റോറേജ് അല്ല, ഫുഡ് ക്യാപ്ചർ ചെയ്യുകയാണ്. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞു എൻഡോസൈറ്റോസിസ് എന്ന പ്രോസസ്സിനെ കുറിച്ച്. അവിടെ അമീബ ഫുഡ് പാർട്ടിക്കിൾ എൻഗൾഫ് ചെയ്യുമ്പോൾ ആ ഒരു ഫുഡ് വാക്യൂൾ ഉണ്ടാവുകയാണ്. അതൊരു ടെമ്പററി വാക്യൂളാണ് അല്ലേ? ഫുഡ് ക്യാപ്ചർ ചെയ്യുന്നു, അതിനുശേഷം അത് ദഹിപ്പിച്ച് ഉപയോഗിക്കുന്നു. അതേപോലെ മറ്റൊന്നാണ് കോൺട്രാക്ടൈൽ വാക്യൂൾ. കോൺട്രാക്ട് ചെയ്യുന്ന എന്താണ്? ചുരുങ്ങുക. അപ്പോൾ കോൺട്രാക്ടൈൽ വാക്യൂളിന് ചുരുങ്ങാനുള്ളൊരു കഴിവുണ്ട്. അത് നമ്മൾ സെൽ വോൾ പഠിച്ചപ്പോൾ അവിടെ പറഞ്ഞു പ്ലാന്റ് സെല്ലിനെ ബേസ്റ്റ് ചെയ്യാതിരിക്കാൻ ആരാ ഹെൽപ്പ് ചെയ്യുന്നത്? സെൽ വോൾ, ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ്റെ. പക്ഷേ ആനിമൽ സെല്ലിന് സെൽ വോൾ ഇല്ല. പക്ഷേ ഇവിടെ ആരാ സഹായിക്കുന്നത്? നമ്മുടെ ഈ കോൺട്രാക്ടൈൽ വാക്യൂൾസ്. എക്സസ് ആയിട്ട് വരുന്ന വെള്ളം ആ കോൺട്രാക്ടൈൽ വാക്യൂളിൽ നിറച്ച് അത് പുറത്തോട്ട് സ്ക്വീസ് ചെയ്ത് കളയും. അങ്ങനെ സെല്ലിനെ ബേസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് രക്ഷിക്കുന്നതും നമ്മുടെ കോൺട്രാക്ടൈൽ വാക്യൂൾസ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച 3 ഓർഗനൽസും മുമ്പ് പഠിച്ച എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, അതായത് ER, ഗോൾഗി, ലൈസോസോം ആൻഡ് വാക്യൂൾസ്, ഇതിനെ എല്ലാം കൂടി ചേർത്ത് പറയുന്ന പേരാണ് എൻഡോ മെംബ്രെയിൻ സിസ്റ്റം. കാരണം ഇവയെല്ലാം സെല്ലിൽ കണക്റ്റഡ് ആണ്. ഒന്നിൻ്റെ ഫംഗ്ഷനെ പിന്തുടർന്ന് അടുത്തതിൻ്റെ ഫംഗ്ഷൻ വരുന്നു അല്ലേ? അപ്പോൾ ഈ ഒരു ഇൻ്റർ കണക്റ്റഡ് മെംബ്രെയിൻ സിസ്റ്റം ആയിട്ടാണ് കരുതുന്നത്. അതുകൊണ്ടാണ് അതിനെ എൻഡോ എന്ന് വെച്ചാൽ ഇൻസൈഡ്, എൻഡോ മെംബ്രെയിൻ സിസ്റ്റം. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. തീർച്ചയായിട്ടും ഞാൻ മറുപടി തരാം. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബയോളജി മൈ പാഷൻ.